കഴിഞ്ഞ ദിവസം ഈ രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഒളിച്ചു കാണാൻ പോയായിരുന്നു നമ്മുടെ പാലക്കാട് എം പി വി കെ ശ്രീകണ്ഠൻ. എന്തോ ഒരു ഗൂഢാലോചന ഇങ്ങനെ മണക്കുന്നുണ്ട്, അതെന്താണെന്ന് വ്യക്തമല്ല. എന്തെങ്കിലും ഊഹമുണ്ടോ? ഊഹമൊന്നുമല്ല, കൃത്യമായ വിവരങ്ങളുണ്ട്. ശ്രീകണ്ഠനെ വെറും ഊളയാന്നുള്ളത് പച്ചമലയാളത്തിൽ പറഞ്ഞത്, ഇപ്പോഴും പറയുന്ന ഊളയാണ്. അവൻ ഡബിൾ ഊളയാന്നുള്ളത് തെളിയിച്ചു. കാരണം അതുകൊണ്ടാണല്ലോ അവൻ പോയി പിറ്റേന്നനെ പോയിട്ട് ചർച്ച നടത്തി പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയവൻ്റെ അടുത്ത് അഭയം തേടി പോവുക. ഏത് എം പി? ചില പ്ലാനിങ് വളരെ കൃത്യമാണ്. തിരക്കഥയൊക്കെ കൊള്ളാം, പക്ഷെ അഭിനയം പാളിപ്പോയി. തുളസിയെ കോങ്ങാട് നിർത്തിയിട്ട് മന്ത്രിയാക്കുക എന്നുള്ളത്, നമ്മൾ എം എൽ എ എന്നാണ് കരുതിയത്, മന്ത്രിയാക്കുക എന്നുള്ളതാണ് ശ്രീകണ്ഠൻ്റെ തുളസിയെ മന്ത്രിയാക്കുന്നതിന് ഷാഫിയുടെ സപ്പോർട്ട്. തിരിച്ച് ഷാഫിയെ ഒന്നുകിൽ ഈ ഇലക്ഷനിൽ തന്നെ അവിടെ കൊണ്ടുവന്നിട്ട് പാലക്കാട് പ്ലേസ് ചെയ്യിപ്പിക്കുക. ജില്ലയിൽ നിന്ന് 2 മന്ത്രിമാർ, ഷാഫിയും ക്യാബിനറ്റിലേക്ക്, തുളസിയും ക്യാബിനറ്റിലേക്ക്. ഇത് നടന്നില്ലെങ്കിൽ അതിനാണ് ഇവർ രമേശ് പിഷാരടി ഇടയ്ക്ക് കൊണ്ടുവന്ന് പ്ലേസ് ചെയ്തത്. പിഷാരടിക്ക് സ്വന്തമായ ഒരു പ്രൊഡക്ഷൻ ഹൗസ്, ഒരു നിർമ്മാണ കമ്പനി. ഇവരുടെ പോക്ക് നല്ലതിനല്ല എന്നുള്ളത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. രാജൻഭായ് നമസ്കാരം. നമസ്കാരം. രാജൻഭായ്, നമ്മുടെ കഴിഞ്ഞ ദിവസം ഈ രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഒളിച്ചു കാണാൻ പോയായിരുന്നു നമ്മുടെ പാലക്കാട് എം പി വി കെ ശ്രീകണ്ഠൻ. എന്തോ ഒരു ഗൂഢാലോചന ഇങ്ങനെ മണക്കുന്നുണ്ട്, അതെന്താണെന്ന് വ്യക്തമല്ല. എന്തെങ്കിലും ഊഹമുണ്ടോ? ഊഹമൊന്നുമല്ല, കൃത്യമായ വിവരങ്ങളുണ്ട്. സോളിഡ് എവിഡൻസ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. ഇവന്മാർക്കൊക്കെയുള്ള കുഴപ്പമെന്ന് വെച്ചാൽ ഇവർ വിശ്വസ്തരെന്ന് പറയുന്നത് ഇപ്പം രാഹുൽ കുറേ നിർത്തിയിട്ടുണ്ട്. രാഹുൽ ഇപ്പം സ്വന്തം നിഴലിനെ പോലും വിശ്വസിക്കുന്നില്ല, ആരോടും മനസ്സുവല്ലാതെ തുറക്കുന്നില്ല. രാഹുൽ ആ പരിപാടി കുറേ നിർത്തി. കാരണം രാഹുലിന്റെ പണി കൊടുത്ത രാഹുലിന്റെ നെല്ലുകൾ തന്നെയാണ്. രാഹുലിന്റെ പിന്നെ ഷാഫിയുടെയും കാര്യങ്ങളെല്ലാം തന്നത് അവർ വിശ്വസ്തരായി പറഞ്ഞ ആൾക്കാരുടെ അടുത്തുനിന്ന് അവരടുത്ത ആളോട് വിശ്വസ്തരോട് പറയുന്നു, അവർ വേറെ വിശ്വസ്തരോട് പറയുന്നു, എൻ്റെ അത് എൻ്റെ അടുത്ത് എത്തുന്നു. ഇതാണ് വന്നത്. പക്ഷേ ശ്രീകണ്ഠൻ്റെ ലൂസ് ടോക്ക് നിന്നിട്ടില്ല. ശ്രീകണ്ഠൻ വളരെ അടുപ്പമുള്ള ചില ആൾക്കാരോട് പറഞ്ഞു. അതിനകത്ത് ഉള്ളതായിട്ടുള്ള വിഷയം ഒന്ന് ഞാനൊരു ചർച്ചാ വിഷയമായിരുന്നു. കാരണം അതിൻ്റെ തൊട്ട് തലേ ദിവസമാണ് നമ്മൾ തുളസിയെ സ്ഥാനാർത്ഥിയാക്കാൻ വേണ്ടി കൊണ്ടിരുന്നതിനെക്കുറിച്ചും ശ്രീകണ്ഠനെ വെറും ഊളയാന്നുള്ളത് പച്ചമലയാളത്തിൽ പറഞ്ഞത്, ഇപ്പോഴും പറയുന്ന ഊളയാണ്. അവൻ ഡബിൾ ഊളയാന്നുള്ളത് തെളിയിച്ചു. കാരണം അതുകൊണ്ടാണല്ലോ അവൻ പോയി പിറ്റേന്നനെ പോയിട്ട് ചർച്ച നടത്തി പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയവൻ്റെ അടുത്ത് അഭയം തേടി പോവുക. ഏത് എം പി? എന്നെ രക്ഷിക്കണേ എന്നുള്ളതല്ല, ചില പ്ലാനിങ് വളരെ കൃത്യമാണ്. തിരക്കഥയൊക്കെ കൊള്ളാം, പക്ഷെ അഭിനയം പാളിപ്പോയി. ഡയറക്ഷനും പാളിപ്പോകുന്ന ലക്ഷണത്തിലേക്ക് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം ശ്രീകണ്ഠനും രാഹുലും കൂടി അടൂർ വെച്ച് കാണുമ്പോൾ ഷാഫിയുടെ അറിവോട് കൂടിയിട്ടാണ് കാണുന്നത്. ശ്രീകണ്ഠൻ രാഹുലിനെ മെൻ്റലി ഒന്ന് ബോൾഡാക്കുകയും ചെയ്യുന്നു. ഐ എം വിത്ത് യു, ഡോണ്ട് വറി, വി വിൽ ബ്രിങ് യു ബാക്ക് എന്നുള്ള മെസ്സേജ് എന്നെ കൊടുക്കുന്നു. തിരിച്ചുവരവിനുള്ള എങ്ങനെ ഇന്ന വഴി കൂടെ പോയാൽ നിനക്ക് തിരിച്ചുവരവ് സാധ്യമാണെന്ന് പറയുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതിനിടയ്ക്കുള്ള 1-2 കാര്യങ്ങളെന്ന് പറഞ്ഞാൽ, ഒന്ന് തുളസിയെ കോങ്ങാട് നിർത്തിയിട്ട് മന്ത്രിയാക്കുക എന്നുള്ളത്, നമ്മൾ എം എൽ എ എന്നാണ് കരുതിയത്, മന്ത്രിയാക്കുക എന്നുള്ളതാണ് ശ്രീകണ്ഠൻ്റെ അപ്പം തുളസിയെ മന്ത്രിയാക്കുക എന്നുള്ളതാണ്. തുളസിയെ മന്ത്രിയാക്കുന്നതിന് ഷാഫിയുടെ സപ്പോർട്ട്. തിരിച്ച് ഷാഫിയെ ഒന്നുകിൽ ഈ ഇലക്ഷനിൽ തന്നെ അവിടെ കൊണ്ടുവന്നിട്ട് പാലക്കാട് പ്ലേസ് ചെയ്യിപ്പിക്കുക. ഷാഫിയും ക്യാബിനറ്റിലേക്ക്, ജില്ലയിൽ നിന്ന് 2 മന്ത്രിമാർ, ഷാഫിയും ക്യാബിനറ്റിലേക്ക്, തുളസിയും ക്യാബിനറ്റിലേക്ക് എന്നുള്ള രീതിയിലേക്ക്. അപ്പം പിന്നെ ഒരു കൊടുക്കൽ വാങ്ങൽ, ബാർട്ടർ സമ്പ്രദായം. ഇനി അഥവാ ഈ ഇലക്ഷനിലേക്ക് എം പിമാരും മത്സരിക്കേണ്ടതില്ല എന്നുള്ള സ്ഥിതി വരികയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ കെ സുധാകരന് പിന്നെ മന്ത്രിയാവണം, പുള്ളിക്ക് കണ്ണൂരിൽ നിന്ന് മത്സരിക്കണം, കോന്നിയിൽ നിന്ന് പിന്നെ അടൂർ പ്രകാശിന് മത്സരിക്കണം, ഏറ്റവും അവസാനം കെ സി മത്സരിക്കും എന്നുള്ള വാർത്ത വരുന്നു. ഇങ്ങനെയൊക്കെ വരുമ്പം അങ്ങനെ എല്ലാവരും കൂടെ മത്സരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജ്ഭവൻ ഉണ്ണി തന്നെ അകത്ത് വരും. ഞാൻ ഉദുമെന്ന് മത്സരിക്കുക എന്ന് പറയും. എല്ലാവരും മത്സരിക്കുകയാണെങ്കിൽ ഞാനും മത്സരിക്കുക എന്ന് പറയും. പിന്നെ എന്താ രാജ്ഭവൻ ഉണ്ണി താൻ എന്തോ ഇതും കോൺഗ്രസിനകത്ത് തന്നെ ജനിച്ചു വീണതല്ല, അല്ലാതെ ഇതിനെ വഴിയിൽ നിന്ന് കിട്ടിയൊന്നുമല്ലോ രാജ്ഭവൻ ഉണ്ണിത്താന്. അപ്പം പിന്നെ എന്നെ എന്താ കളഞ്ഞു കിട്ടിയാണോ, വഴിയിൽ നിന്ന് കിട്ടിയാണോ, ഞാനും കോൺഗ്രസിനകത്തല്ലേ എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ പുള്ളിയെ നിർത്തേണ്ടി വരും. പക്ഷേ ഇത് നടന്നില്ലെങ്കിൽ അതിനാണ് ഇവർ രമേശ് പിഷാരടി ഇടയ്ക്ക് കൊണ്ടുവന്ന് പ്ലേസ് ചെയ്തത്. സന്ദീപ് വാര്യരോടെ ഉണ്ട്, ആലോചിച്ച് നോക്കണം. സന്ദീപ് വാര്യരെ പാലക്കാട് നിർത്താൻ പറ്റുന്നതാണ്. സന്ദീപ് വാര്യർക്ക് മുസ്ലിം വോട്ടുകൾ എൻ ബ്ലോക്കായിട്ട് വീഴും. സന്ദീപ് വാര്യർ അപ്പം പാലക്കാട് വേറെ ശാക്തിക ചേരി ഉണ്ടാവരുത്. ഇവർ തമ്മിൽ തന്നെ വലിയ ലോകത്തിലായിരുന്നില്ല. ശ്രീകണ്ഠനും ഷാഫിയും തമ്മിൽ ശീതസമരം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം ഷാഫി ദുർബലാവസ്ഥയിലായപ്പം ശ്രീകണ്ഠനും കൂടെ ഇപ്പം ദുർബലാവസ്ഥയിലായപ്പം 2 ദുർബലന്മാരും കൂടി ഒരുമിച്ച് നിന്നാൽ ശക്തിയാവും എന്നുള്ളത് വന്നു. അങ്ങനെ ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പം അവരെ ഒരു ലേസണിലേക്ക്, ഒരു അലയൻസിലേക്ക് പോയിട്ടുള്ളത്. ഇത് പോകുമ്പോൾ വെച്ചിട്ടുള്ളത് അങ്ങനെ വരുമ്പം ഇപ്പം ഷാനിബിനെ വളർത്താൻ സമ്മതിക്കാതെ സൈഡാക്കി, പിന്നെ സാരിനെ സൈഡാക്കി, അതിൻ്റെയൊക്കെ ഭാഗമായിട്ടല്ല അവരെല്ലാം പാർട്ടി വിട്ടുപോയത്. ഇല്ലെങ്കിൽ പാലക്കാട് ഈ സാരിനെയും ഈ ഷാനിബിൻ്റെയൊക്കെ കാലിബറും കപ്പാസിറ്റി നമ്മൾ തിരിച്ചറിയുന്നത് ഷാനിബ് കോൺഗ്രസിൽ നിന്ന് വിട്ടുപോയതിന് ശേഷം വരുമ്പോഴാണ്. ഇവർക്കപ്പുറത്തേക്ക് നമ്മൾ മതി, ഇതിനപ്പുറത്തേക്ക് ഇനി ഒരാൾ വരണ്ട എന്നുള്ള രീതിയിൽ ഒരു കാലഘട്ടത്തിൽ കേരളത്തിലെ രാഷ്ട്രീയത്തിൽ ആൻ്റണിയും കരുണാകരനും, അതിനപ്പുറത്തേക്ക് ഒരാൾക്ക് വിസിബിലിറ്റി ഇല്ലായിരുന്നു. പിന്നെ ഡൽഹി പോയപ്പോഴാണ് ഉമ്മൻചാണ്ടിക്ക് സ്പേസ് കിട്ടുന്നത്. തീർച്ചയായിട്ടും അതുവരെ ഇവരുടെ നിഴലിന് കീഴിലാണ് ബാക്കിയുള്ളവർ എന്നുള്ള സ്ഥിതി ഉണ്ടായിരുന്നു. അതായത് അവർ തമ്മിൽ പരസ്പരം പോരടിക്കുമ്പോഴും അവർ 2 പേരും ശ്രദ്ധിച്ചിരുന്നത് നമ്മുടെ തലയ്ക്ക് വേണ്ടി കൂടെ വേറൊരാൾ വരരുതെന്നുള്ളതാണ്. അത് വളരെ ശ്രദ്ധിച്ചിരുന്നു. ഏത് സീനിയർ നേതാവ് വന്നാലും അതൊക്കെ അവർക്ക് സൈസാക്കാൻ അറിയായിരുന്നു. അതിനകത്ത് ആൻ്റണി സൈലൻറ്റ് കില്ലറായിരുന്നു, ആൻ്റണി സൈലൻ്റ് ആയിരുന്നു, കരുണാകരൻ വയലൻ്റ് ആയിരുന്നു. 2 വട്ട അങ്ങനെ ഉണ്ടായിരുന്നു. ഇത് നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, അങ്ങനെ എം പിമാർ മത്സരിക്കേണ്ട എന്നുള്ള രീതി വരികയാണെങ്കിലാണ് പിഷാരടിയെ കൊണ്ടുവരാനുള്ള ആലോചന ഉണ്ടായത്. അപ്പോഴും സന്ദീപ് വാര്യർ ഉൾപ്പെടെയുള്ളവരെ പരിഗണിക്കുന്നില്ല.
തങ്കപ്പനുണ്ട് DCC പ്രസിഡന്റ്, പരിഗണിക്കുന്നില്ല. തങ്കപ്പൻ എന്തുവാ? തങ്കപ്പൻ അവിടെ പാലക്കാട് ജില്ലയ്ക്കകത്ത് ജനിച്ചു വളർന്ന അവിടെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തി വന്നതല്ലേ. AV ഗോപിനാഥ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആ പാരമ്പര്യമുള്ള ഒരാളാണ് തങ്കപ്പൻ. ഇതൊന്നും പരിഗണിക്കാതെ പിഷാരടിയിലേക്ക് ഫോക്കസ് കൊണ്ടുപോയതിനകത്ത് ഇവരുടെ കൂടെ ആലോചനയുണ്ട്. അതിനകത്ത് നടന്നിട്ടുള്ളത് വളരെ കൃത്യമായ ഫോർമുലയാണ്. അതായത് തുളസിയെ മന്ത്രിയാക്കാം. 2024 പിഷാരടിക്ക് ഈ MLA ആയിട്ട് ഇങ്ങനെ ഇരിക്കാനൊന്നും വലിയ താല്പര്യമൊന്നുമില്ല. പക്ഷേ പിഷാരടിയുടെ മുമ്പിൽ പോയിട്ടുള്ള ഓഫർ വലുതാണെന്ന് എന്നാണ് അറിയാൻ പറ്റുന്നത്. കാരണം ഷാഫി ഫണ്ട് റൈസ് ചെയ്യാൻ വളരെ മിടുക്കലാണ് ഇത് പുറത്തുനിന്ന്. പിഷാരടിക്ക് സ്വന്തമായ ഒരു പ്രൊഡക്ഷൻ ഹൗസ്, ഒരു നിർമ്മാണ കമ്പനി കേരളത്തിൽ, അത് പൃഥ്വിരാജിൻ്റെയും ബാക്കി ഉണ്ണിമുകുന്ദൻ്റെയും പിന്നെ ദുൽഖർ സൽമാൻ്റെയും ഒക്കെ ഉള്ള പ്രൊഡക്ഷൻ ഹൗസിനേക്കാൾ കവച്ച് വെക്കുന്ന ഒന്ന്. അതിനു വേണ്ടിയിട്ട് ഫണ്ടിങ്ങിനെ കുറിച്ച് പിന്നെ ബോധർ ചെയ്യേണ്ട. പിഷാരടി മലയാള സിനിമ നിർമ്മാണ രംഗത്തെ ഒരു 1-ാം നമ്പർ താരമാക്കിയിട്ട്, 1-ാം നമ്പർ അല്ലെങ്കിലും ഏറ്റവും മികച്ച ഒരു 5 നിർമ്മാതാക്കളുടെ ഒരാളായിട്ടും ചിത്രം മാറിയല്ലോ, സിനാറിയോ പിന്നെ എൻ്റെ ഡിഫറൻ്റായി. അപ്പം അങ്ങനെയുള്ളൊരു പ്ലാനിങ്ങിലേക്കാണ് ഇത് നീങ്ങിയത്. പിഷാരടിയുടെ മുമ്പിൽ അതിനേക്കാളും വലിയൊരു ഓഫറൊന്നും കിട്ടാനില്ല. കാരണം മമ്മൂട്ടിയുടെ കൂടെ നടക്കാം, മമ്മൂട്ടിയുടെ കൂടെ ചായ കുടിക്കാം എന്നൊക്കെ ഉള്ളതല്ലാതെ മമ്മൂട്ടി കൈവിട്ട് പൈസ ഒന്നും ചിലവഴിക്കത്തൊന്നുമില്ല. മമ്മൂട്ടി വളരെ ശ്രദ്ധിച്ച് വളരെ സാമ്പത്തിക അച്ചടക്കത്തിൽ പോകുന്ന ആൾ. സൗഹൃദമൊക്കെ വേറെ, സഹായങ്ങൾ വേറെ, അതല്ലാതെ ബിസിനസ് വേറെ. അത് മമ്മൂട്ടിക്ക് അതിനകത്ത് അങ്ങനെ തന്നെ നിൽക്കുന്നത്. അപ്പോൾ പിഷാരടിക്ക് വേണ്ടിയിട്ട് അൺകണ്ടീഷണലായിട്ടുള്ള രീതിയിൽ ഫണ്ട് മുടക്കി ഈ 3 വർഷം കഴിയുമ്പോൾ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പോട് കൂടിയിട്ട് ഷാഫി ഇവിടെ വന്ന് മത്സരിക്കുക, പിഷാരടി രാജിവെക്കുക, ഷാഫിക്ക് ക്യാബിനറ്റിൽ കയറാം. വടകരയിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെ ലോക്സഭയിലേക്ക് അയക്കുക. ഇതാണ് ഇപ്പോൾ നിൽക്കുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇതിനുള്ള പ്ലാനിങ് ആണ് ഇവർ നടത്തി കഴിഞ്ഞിരിക്കുന്നത്. അതിനിടയിൽ ഞാനും ഒരു വിഷയമായി. എന്തായാലും ഈ എളിയവരായ എന്നെക്കുറിച്ച് രാഹുൽ മാങ്കൂട്ടത്തിലും CVK ശ്രീകണ്ഠനും പിന്നെ അതായത് സിറ്റിംഗ് MPയും സിറ്റിംഗ് MLAയും തമ്മിൽ സംസാരിച്ചു എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഡാഷിന് ആലും മുളച്ച അതും തണലെന്നുള്ള മട്ടിൽ ഇപ്പോൾ തൽക്കാലം ഞാൻ എടുക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ എന്നെ സംബന്ധിച്ചിടത്തോളം അത് പിന്നെ അവന്മാർക്കൊക്കെ സംസാരിക്കാൻ മാത്രം നമ്മളായല്ലോ എന്നുള്ളതാണ്. അല്ല, എനിക്ക് തോന്നുന്നുണ്ടല്ലോ ഈ അൻവർ, അതോടൊപ്പം തന്നെ ജോസ് വള്ളൂർ, പിന്നെ ശ്രീകണ്ഠന്, ഈ പിന്നെ മറ്റ് ഇപ്പം രാഹുലിനെ പോട്ട്, അത് അങ്ങനെ അവിടെ നിൽക്കട്ടെ. അപ്പോൾ ഇവരെല്ലാവരും കൂടെ ചേർന്ന് മിക്കവാറും വല്ല നാടൻ തോക്കൊക്കെ ആയിട്ട് ഇറങ്ങാൻ സാധ്യതയുണ്ട് കേട്ടോ. ഞാൻ ജനലെല്ലാം തുറന്നിട്ട് കിടക്കുന്ന ആളാണ്. എൻ്റെ ഫ്ലാറ്റിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇവന്മാർ കയറിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുമെന്നുള്ളത്. അല്ലെങ്കിൽ പിന്നെ ഞാൻ വണ്ടിയെ പോകുന്നതല്ലേ, 2 വീലറെ പോകുന്നതല്ലേ, വണ്ടി എടുപ്പിച്ച് ഞാൻ നോർമൽ ആക്സിഡൻ്റ് ആക്കി മാറ്റി തീർക്കണം. നോവിച്ചു വിടരുത്. നോവിച്ചു വിട്ട് കഴിഞ്ഞാൽ പിന്നെ അവന്മാരെ പരിപ്പെടുത്തിട്ടേ നമ്മൾ പോകത്തുള്ളൂ. അവന്മാരെല്ലാം കൂടെ കേരളത്തിലെ ഏറ്റവും പ്രബലമായ ലോബികൾ, രാഷ്ട്രീയ ലോബി, ബിസിനസ് ലോബി, കള്ളക്കടത്ത് ലോബി എല്ലാം ഉണ്ട്. എല്ലാ തരികടകളും കൂടി ഒരുമിച്ച് കൂടിയിട്ട് ഇവരാണ് നമ്മുടെ പൊതുശത്രു എന്ന് പ്രഖ്യാപിച്ച് കഴിഞ്ഞാൽ രക്ഷയൊന്നുമില്ല. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ എനിക്ക് ഏറ്റവും വലിയ മൈൽ സ്റ്റോൺ ആയിട്ട് എനിക്കൊരു ആത്മാഭിമാനം തോന്നുന്ന നിമിഷം ഇതാണ്. കാരണം ഏറ്റവും ദുർബലരോടല്ല നമ്മൾ പടവെട്ടുന്നത്. കാട് ഭരിക്കുന്ന സിംഹങ്ങളെന്ന് പറയുന്ന വലിയ രാജാക്കന്മാരായിട്ട് നടക്കുന്ന പ്രമാണിമാരോടാണ്, ബലവാന്മാരോടാണ് പോരടിക്കുന്നത്. അവിടെ ദാവീദ് ഗോലിയാത്തിനെ വീഴ്ത്തിയ കഥ ആലോചിക്കണം. അപ്പോൾ നമ്മളെന്ന് വെച്ചാൽ വീഴ്ത്തിയിട്ടൊന്നും ഇല്ലെങ്കിലും വരച്ച വരെ നിർത്തിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇപ്പം ഇവരിപ്പം നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം ഇതാണ്. അത് മാത്രമല്ല 2024 ഷാഫിക്ക് വേണ്ടിയിട്ട് ഇത് ഒഴിഞ്ഞു കൊടുക്കുന്ന സമയത്ത് പ്രൊഡക്ഷൻ ഹൗസ് മാത്രമല്ല, ഫിലിം അക്കാദമിയുടെ ചെയർമാൻ സ്ഥാനം ഉൾപ്പെടെയുള്ള ഏതെങ്കിലും സ്ഥാനത്തേക്ക് പകരമായി പിഷാരടിക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയിലേക്ക് അവരോധിക്കാം എന്നുള്ള രീതിയിലേക്കാണ് ധാരണകൾ എത്തി നിൽക്കുന്നത് എന്നാണ് അവരുമായി അടുത്ത കേന്ദ്രങ്ങളിൽ നിന്ന്. അവരെന്നെ തെറ്റിദ്ധരിപ്പിച്ചാണോ എന്നൊന്നും എനിക്ക് അറിയത്തില്ല. പക്ഷേ അവരുമായിട്ട് അടുപ്പമുള്ള ആൾക്കാരാണ് കിട്ടിയിട്ടുള്ളത്. ഒന്നാമത് ഇവരുടെ പ്രശ്നം എന്ന് വെച്ചാൽ ഇവന്മാർ ഒരു കാര്യം ചെയ്യണം. ഞാൻ CVയും തമ്മിൽ കാര്യം സംസാരിച്ച് കഴിഞ്ഞാൽ നമ്മൾ പറയേണ്ട കാര്യമേ പുറത്ത് പറയാറുള്ളൂ. നമ്മൾ സംസാരിക്കുന്ന ഏറ്റവും അതിൻ്റെ ത്രെട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ തമ്മിൽ ആലോചിക്കും, ഇന്ന കാര്യങ്ങൾ നമുക്ക് ഷെയർ ചെയ്യാം അല്ലേ എന്നുള്ളത് പറയും. അതിനപ്പുറത്തേക്ക് ഞാൻ ആരോട് സംസാരിക്കുമ്പോഴും ഇത് ഞാൻ മറ്റൊരാളോട് പറയുമ്പോൾ ഇത് കാര്യം പറഞ്ഞോട്ടെ അല്ലെങ്കിൽ ഇത് സൂചിപ്പിച്ചോട്ടെ എന്നുള്ളത് ഞാൻ ചോദിക്കും. പറയേണ്ടത് മാത്രമേ ഷെയർ ചെയ്യാവൂ. ഇതെന്തായിരുന്നാലും ഞാൻ പറയുന്നത് അവരിപ്പോഴും തുളസിയെ മന്ത്രിയാക്കുകയോ ആക്കാതിരിക്കുകയോ, തുളസിയെ ചെമ്പരത്തിയെ പിന്നെ ഏതിനെ മുല്ലപ്പൂവിനെ എന്തിനാ വേണമെങ്കിലും മന്ത്രിയാക്കി ആക്കാതിരിക്കുകയൊക്കെ ചെയ്യട്ടെ. പക്ഷേ ഭർത്താവ് MP ആയിട്ടും ഭാര്യ MLA ആയിട്ടും ഒരു ജില്ലയിൽ നിന്ന് വരണമെന്നുള്ള ഈ ദുർവാശി പിടിക്കുന്നതിനകത്ത് ഉള്ള കുഴപ്പമാണ്, രാഷ്ട്രീയമായിട്ടുള്ള അശ്ലീലമാണ് നമ്മൾ സൂചിപ്പിച്ചത്. തുളസി യോഗ്യയല്ല എന്ന് പറഞ്ഞിട്ടില്ല, ഒന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെ യോഗ്യരായ എത്ര പേരുണ്ട്? അങ്ങനെ യോഗ്യരായ ഒരുപാട് പേര് ഈ നാട്ടിലില്ലേ? വയനാട് രവി ജീവിച്ചിരിക്കുന്ന കാലത്ത് മേഴ്സി രവി കേരളത്തിന് മന്ത്രിയാവാൻ യോഗ്യയല്ലായിരുന്നോ? KSUവിലൂടെ കടന്നു വന്നതല്ലേ? VD തോമസ് ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ ഉമാ തോമസ് വരാൻ യോഗ്യയല്ലേ? KSUവിൻ്റെ നേതൃത്വത്തിലുണ്ടായിരുന്നതല്ലേ? അങ്ങനെ എത്രയോ പേരുണ്ട്. അങ്ങനെ ഉണ്ടാകുമ്പം ഈ ശ്രീകണ്ഠനും തുളസിക്ക് മാത്രം ഒരു പ്രത്യേക പരിഗണന കിട്ടുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇവർ എത്രയോ വനിതാ നേതാക്കന്മാർ കേരളത്തിലുണ്ടെന്നേ. അതുമല്ല MLA ആക്കുക എന്നുള്ളതല്ല, MLA ആക്കി കൊടുത്തിട്ട് മന്ത്രിയാക്കുക എന്നുള്ള ധാരണയിലേക്ക് എത്തുക. അതിന് ഷാഫിയും ഒക്കെ സപ്പോർട്ട് ചെയ്യുക, രാഹുലിൻ്റെ ഫാൻസിനും ബാക്കിയുള്ളവരെയും വെച്ചിട്ട് അതിനകത്ത് ബ്ലാക്ക് മെയിലിംഗ് നടത്തുക. എന്നിട്ട് ഷാഫിയെ ഒന്നുകിൽ ഇപ്രാവശ്യം തന്നെ പ്ലേസ് ചെയ്തിട്ട് ഇപ്രാവശ്യം തന്നെ ക്യാബിനറ്റിൽ കൊണ്ടുവരിക,
അത് എം പിമാർ മത്സരിക്കേണ്ടതെന്നാണെങ്കിൽ 2024 എം പിയുടെ കാലാവധി സ്ഥാനം കഴിയുമ്പോൾ ഇവിടെ ബൈ ഇലക്ഷൻ നടത്തിയിട്ട് പിഷാരടിയെ പിടിച്ചിട്ട് നല്ല പ്രൊഡക്ഷൻ ഹൗസ് ബാക്കിയുള്ള അത് MLA ആകുമ്പോൾ തന്നെ ചെയ്തു കൊടുക്കാൻ നടക്കുന്നത് വേണ്ട പ്ലാറ്റ്ഫോം ഇല്ല. അത് കഴിഞ്ഞിട്ട് പിഷാരടി അക്കാദമിയിലോ വല്ലതും പോയിട്ട് തലപ്പത്തിരിക്കുക, ചലച്ചിത്ര മേഖല എങ്ങും ഭരിക്കുക എന്നൊക്കെ വരുമ്പോൾ മമ്മൂട്ടിയുടെ പിന്തുണയുണ്ട്. പിഷാരടി നല്ല കഴിവുള്ള ഒരാളുമാണല്ലോ. അഡ്മിനിസ്ട്രേറ്റർ എന്നുള്ള രീതിയിൽ അങ്ങനെ കഴിവുണ്ടെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ കേരളത്തിൽ ഇന്ന് ആൾക്കാരെ ചിരിപ്പിക്കാൻ കഴിവുള്ള ഏറ്റവും മികച്ച ആള് പിന്നെ പിഷാരടിയാണ്. അത് കഴിഞ്ഞാൽ പിന്നെ അലൻ ജോസ് പെരേര അങ്ങനെയുള്ള ആൾക്കാരാണ്. അപ്പോൾ പക്ഷേ പിഷാരടിയുടെ ക്ലാസ്സാണ്. അപ്പോൾ എന്തായിരുന്നാലും ഇവരുടെ പോക്ക് നല്ലതിനല്ല എന്നുള്ളത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അവർ പറയുന്നത് എൻ്റെ പോക്ക് നല്ലതിനല്ല എന്നാണ് എന്ന് പറയുമ്പോൾ തന്നെയും എൻ്റെ പോക്ക് നല്ലതിനായാലും ചീത്തയ്ക്കായാലും ഞാൻ പഞ്ചായത്ത് മെമ്പറാകാൻ പോലും ആഗ്രഹിക്കുന്നില്ല. പക്ഷെ അവരുടെ പോക്ക് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയെ അവരെ നിയന്ത്രണത്തിൽ നിർത്തുന്ന രീതിയിൽ അവരുടെ കയ്യിലെ ഒരു പോക്കറ്റ് സംഘടനയാക്കി മാറ്റുന്ന രീതിയിലേക്ക് പോവുകയാണ്. ഈ ശ്രീകണ്ഠൻ എന്ന് പറയുന്നവൻ ഞാൻ പറഞ്ഞു വന്ദേ ഭാരതി പോസ്റ്റ് ഒട്ടിച്ചോനാ. ഈ വിവരം കിട്ടുവാൻ്റെ ലൂസ് ടോക്ക് ഇങ്ങനെ ഉള്ളതുകൊണ്ട് നമുക്ക് സൗകര്യമായി, നമുക്കൊരു സ്റ്റോറി കൂടിയുള്ള കണ്ടന്റായി. അതുകൊണ്ട് ബഹുമാനപ്പെട്ട ശ്രീകണ്ഠനോട് പറയാനുള്ളത് ഇനിയുള്ള നിങ്ങളുടെ രഹസ്യ ചർച്ചകളൊക്കെ ഇതേപോലെ പരസ്യമാക്കി തരണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് തൽക്കാലം ലാൽസലാം.